നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ 24 വർഷങ്ങൾക്ക് ശേഷം അതിവിശേഷപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ജ്യോതിഷപ്രകാരം മേടം രാശിയിൽ ശുക്രന്റെ സംക്രമണം മൂലം ഗജലക്ഷ്മി രാജയോഗവും അതേപോലെ തന്നെ ശുക്രാദിത്യ രാജയോഗവും രൂപാന്തരപ്പെട്ടിരിക്കുന്നതായ അവസരമാകുന്നു. 24 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഈ രാജയോഗത്തിൻ്റെ രൂപീകരണം വളരെയധികം പ്രാധാന്യമുള്ളതായി തന്നെ കണക്കാക്കപ്പെടുന്നതാകുന്നു. ഈ ഗ്രഹനിലകൾക്കിടയിൽ രൂപം കൊണ്ട ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെയും ശുക്രാദിത്യ യോഗത്തിൻ്റെയും സ്വാധീനം മൂലം ഈ സമയം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല മേഖലകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. മേടം രാശിക്കാരുടെ ലഗ്നഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളിലും ദുഃഖകരമായ അവസ്ഥ മാറി സന്തോഷകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. പല മേഖലകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനും ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. സാമൂഹികപരമായ ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം വലിയ രീതിയിലുള്ള ലാഭം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭകരമായ നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കുടുംബത്തോടൊപ്പം തന്നെ ഈ സമയം ചെലവഴിക്കാനും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. കാരണം കർക്കിടകം രാശിക്കാരുടെ 10ാം ഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഗജലക്ഷ്മി രാജയോഗവും ശുക്രാദിത്യ രാജയോഗവും കർക്കിടകം രാശിക്കാർക്ക് അനുഗ്രഹമായി തീരുന്ന സമയമാണ് ഇത് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം. പ്രധാനമായും ഭൗതികമായ സുഖങ്ങളും ആഡംബരപരമായ വസ്തുക്കൾ വാങ്ങുകയോ അല്ലെങ്കിൽ ആഡംബരപരമായ വസ്തുക്കൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ജീവിതം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന് തന്നെ പറയാം. മനസ്സിന് സന്തോഷം പകരുന്നതായ പല അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഈ നിമിഷം ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രധാനമായും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല മേഖലകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ധനം കൈകളിലേക്ക്, അത് വായ്പയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം 9ാം ഭാവത്തിൽ, അതായത്
ഭാഗ്യഭവനത്തിൽ തന്നെയാണ് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ കാലയളവിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ കടന്ന് വരുന്നതാകുന്നു. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഈ സമയം നിങ്ങൾ വളരെയധികം ഭാഗ്യവാനായി തീരും എന്ന കാര്യമാകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരം, ഭാഗ്യം നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുണയ്ക്കുന്നതാകുന്നു. ആത്മീയപരമായ യാത്ര നടത്തുവാൻ സാധിക്കുന്നതായ സമയമാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഈ യാത്ര നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം പൂർവികമായ സ്വത്ത് ലഭിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ, പ്രധാനമായും ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം ലഭിക്കുകയോ അല്ലെങ്കിൽ ഈ ഭൂമി വിൽക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ, അത്തരത്തിൽ നിങ്ങൾ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള തടസ്സങ്ങൾ അകന്ന് പോകുന്നതായ സമയമാണ്. പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഈ സമയം കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുള്ള അവസരമോ ജോലി ചെയ്യാനുള്ള അവസരമോ നിങ്ങളെ തേടിയെത്താം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. പ്രധാനമായും ഈ സമയം നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. സാമ്പത്തികം അല്പം ശക്തിപ്പെടാനുള്ള ചില കാര്യങ്ങൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും. അത് കച്ചവടവുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ആകാം. കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതായ സമയം. ഈ സമയം പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ചെലവഴിക്കേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും ആ ധനം ചെലവാക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യമായി തീരും. വളരെയധികം അനുകൂലമായ ഫലങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. തർക്കങ്ങൾ അത് പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഉണ്ട് എങ്കിൽ അത്തരം കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഈ സമയം അനുകൂലമാകുന്നു. കാരണം തുലാം രാശിക്കാർക്ക് 7ാം ഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. അത്തരമൊരു സാഹചര്യം വന്ന് ചേർന്നിരിക്കുന്നതിനാൽ തന്നെ ഈ സമയം ഗജലക്ഷ്മി യോഗത്തിൻ്റെയും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെയും സ്വാധീനത്താൽ ഇവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുകയോ ധനപരമായ നേട്ടങ്ങൾ കടന്നു വരികയോ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ വരുമാനം നിങ്ങൾക്ക് പല സ്രോതസ്സുകളിൽ നിന്നും, അത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം. അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ തന്നെ ഭാഗ്യം തുണയ്ക്കുന്ന ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. ഗജലക്ഷ്മി രാജയോഗവും അതേപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ശുക്രാദിത്യ യോഗത്തിൻ്റെയും സ്വാധീനത്താൽ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരുന്നതാകുന്നു. പ്രധാനമായും ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം പിന്തുണ നൽകുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ എല്ലാ ജോലികളും
ശരിയായ രീതിയിൽ തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ചെറിയ പരിശ്രമത്തിലൂടെ പോലും വളരെയധികം ധനം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്രതീക്ഷിതമായി തന്നെ നേട്ടങ്ങൾ കടന്ന് വരുന്നതായ സമയം. പെട്ടെന്ന് ജീവിതത്തിലേക്ക് ധനലാഭം വന്ന് ചേരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതുവഴി ഭാവിയിലേക്ക് വളരെയധികം ധനം സ്വരൂപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങളോടൊപ്പം മാനസികപരമായ സന്തോഷവും ലഭിക്കുന്നതായ സമയമാകുന്നു. മാനസികപരമായ ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഈ സമയം നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുമുണ്ട്. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ഈ സമയം യാത്രകൾ നടത്തുവാനും ആത്മീയപരമായ കാര്യങ്ങളിൽ ഉണർവ് വന്ന് ചേരുവാനും സഹായകരമാകുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും തന്മൂലം പേരും പ്രശസ്തിയും നേടുവാനും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. മുൻപോട്ട് തന്നെ പോവുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും.